തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി മേഖലകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. വിവരങ്ങൾ അനീഷ് ആന്റണി നൽകും. അനീഷ്, തീവ്രത രേഖപ്പെടുത്താത്ത ഭൂചലനം എന്നാണ് റിപ്പോർട്ട്. ഏതൊക്കെ മേഖലകളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത്? ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ വകുപ്പും നൽകുന്ന വിശദീകരണം എന്താണ്? ലിബിഷപ്പ് ഏറ്റവും പുതിയ ഇന്നുണ്ടായ ഈ ഭൂചലനത്തിൽ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെ ഉണ്ടായ തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉണ്ടായ ഭൂചലനത്തിൽ തീവ്രത രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ ചലനം അല്ല എന്നാണ് നമുക്ക് അതിന് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട സാഹചര്യമോ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഇന്ന് ഉണ്ടായ സ്ഥലങ്ങൾ പാലക്കാട് ജില്ലയിലാണെങ്കിൽ തിരുമുറ്റിക്കോട്, ഓങ്ങല്ലൂർ മേഖലയിലാണ് ഉണ്ടായത്. സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന ഒരു ചലനമാണ് ഉണ്ടായത്. ഏകദേശം 3:55ഓടെയാണ് പാലക്കാട് ജില്ല. ഇതേ സമയത്ത് തന്നെയാണ് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ മേഖലകളിലൊക്കെ ഒരേ സമയത്ത് തന്നെ ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂമിയുടെ അടിയിൽ നിന്ന് വലിയ മുഴക്കവും ഒക്കെ അനുഭവപ്പെട്ടതായിട്ടാണ് പറയുന്നത്. എന്തായാലും ഇന്നുണ്ടായ ഈ ഭൂചലനത്തിന്റെ തീവ്രത ഭൂകമ്പ മാപിനിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെയും ഇന്നുമായി ഉണ്ടായ ഈ രണ്ട് ജില്ലകളിലും ഉണ്ടായ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കളക്ടർ അടിയന്തരമായി യോഗം വിളിച്ചിട്ടുണ്ട്. കളക്ടറേറ്റ് 12 മണിക്ക് ഓൺലൈൻ വഴിയാണ് യോഗം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്നുണ്ടായ ഭൂചലനത്തിലില്ല. ഇന്നലെയാണെങ്കിൽ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു, വിള്ളൽ വീണു, പല വീടുകളിലും പാത്രങ്ങൾ ഇളകുന്ന ശബ്ദം കേട്ട് പലരും ഞെട്ടി എണീറ്റു. അങ്ങനെ ചെറിയ ചെറിയ നാശനഷ്ടങ്ങളെല്ലാം ഇന്നലത്തെ ഭൂചലനത്തിൽ ഉണ്ടായി. എന്നാൽ ഇന്ന് ഇതുവരെയും ഈ സമയമായിട്ടും പുലർച്ചെ 3:55 ഉണ്ടായി. ഈ സമയം അത് 9:30 ആവാറായിട്ടും അത്തരത്തിലൊരു നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്നലത്തെ അത്ര തീവ്രമായിരുന്നില്ല ഇന്നത്തെ ഒരു ചലനം. ഇതിന്റെ തുടർ ചലനം വരും ദിവസങ്ങളിലും ഉണ്ടാകും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ബീഷ്.